വോട്ട് ചോരി വിഷയം ഈ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് ഭയങ്കര ചർച്ചയായ ഒരു സമയമായിരുന്നു. പക്ഷെ അതത്രയും വന്നിട്ടും ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വൻ പരാജയമാണ് ഉണ്ടായത്. എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? അതിൽ ഏറ്റവും പ്രധാന ഘടകം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ്. അതായത് ഈ 1 കോടിയോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നീക്കുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഉദാഹരണം കേരളത്തിൽ പറയാം. കേരളത്തിലും അതൊരു അപകടകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. 52.5 ലക്ഷം വോട്ടർമാരെ 2002 ആധാരമാക്കിയിട്ട് 2002 ശേഷമുള്ള ആരും വോട്ടർ പട്ടികയിലില്ല. അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി 37,000 വോട്ടർമാർ വരും. ആ 37,000 കൂടാതെ ഒരു 15,000 വോട്ടർമാർ പുതിയത് വരും. അപ്പോൾ ഏകദേശം 50,000 വോട്ടർമാരെ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ചേർക്കണം. ഇപ്പോൾ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് ഫോം കൊടുത്തു. ഒരു 40% പോലും ഫോം കൊടുത്തിട്ടില്ല. കേരളത്തിൽ കുറേ നടക്കും. കാരണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ താഴെ ഇറങ്ങി ഈ വോട്ടുകൾ ചേർപ്പിച്ച് ചെയ്യും. മറ്റത് ഗവൺമെൻറ് മെഷീനറിയിലുള്ള വോട്ടുകൾ മാത്രം ചേരും. മറ്റു വോട്ടുകൾ ചേർക്കാൻ പറ്റില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കൊണ്ടും പറ്റില്ല ഇത്രയും വോട്ടുകൾ ചേർക്കാൻ. ഒരു നിയോജക മണ്ഡലത്തിൽ 50,000 വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് അത് വലിയ ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കും ഇവിടെ. അപ്പം അതുപോലെ ബീഹാറിൽ വലിയൊരു വിഭാഗം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയി. ഈ വോട്ടർ പട്ടിക ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുള്ള ഫാസിസം ഇലക്ഷൻ നടക്കൂല, ഏകാധിപതികളെ ഇലക്ഷൻ നടത്തൂല. ഓക്കെ, ഇപ്പം ഇലക്ഷൻ നടത്തും, പക്ഷെ ഇലക്ട്രൽ ഓട്ടോക്രസിയാണ്. ചോദിച്ചാൽ ഞങ്ങൾ ജയിച്ചു വന്ന ആളല്ലേ എന്ന് പറയും. പക്ഷേ ഇലക്ഷൻ അട്ടിമറിക്കും. ജനാധിപത്യത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ഘടകം എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ്. സത്യസന്ധവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പാണ്. അത് നടപ്പാൻ ഏറ്റവും വലിയ ആയുധം എന്താ? വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടിക മുഴുവൻ ക്രമക്കേട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി 2 പ്രാവശ്യം പത്രസമ്മേളനത്തിൽ നടത്തി അദ്ദേഹം അവതരിപ്പിച്ച് കൊണ്ടുവന്ന തെളിവുകൾ ഇലക്ഷൻ കമ്മീഷന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു ബ്രസീലിയൻ മോഡലിലൊരു പടം കൊടുത്തിട്ട് അവരുടെ പേരിൽ ഊട്ടിയേർത്തേക്കാണ്. അപ്പോൾ ഒരു മെഷീനറി ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള കേരളത്തിലെ പ്രശ്നം എന്താ അറിയാം? ഇതൊക്കെ BJP കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൽ CPM അത് തന്നെ ചെയ്യുകയാണ്. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച ആളുകൾ പോലും ഇപ്പോഴും വോട്ടർ പട്ടികയിൽ പേരുണ്ട്, വോട്ടർ ID ഉണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആൾക്കാർ.